ഹലോ ഫ്രണ്ട്സ്, ഇന്ന് 23 ഏപ്രിൽ 2026 മാർക്കറ്റ് അവസാനിച്ചു. മാർക്കറ്റ് ഇന്ന് 205 പോയിന്റ് നഷ്ടത്തോടു കൂടിയാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അക്രോസ് ദ സെക്ടർ, അക്രോസ് ദ ഇൻഡെക്സ് സെല്ലിംഗ് ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് 819 പോയിന്റ് ഇടിവാണ് രേഖപ്പെടുത്തിയത്. സെൻസെക്സ് ആയിക്കോട്ടെ, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എല്ലാ ഓഹരി ഇൻഡെക്സുകളിലും നഷ്ടമാണ്. 2-3 കാരണങ്ങളാണ്. ഒന്ന്, ചർച്ച അനിശ്ചിതമായിട്ട് നീളുന്നു. ഹോർമൂസ് തുറക്കാനുള്ള യാതൊരു പരിപാടികളും കാണുന്നില്ല. അതുപോലെ തന്നെ റുപ്പി വീക്കാവുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ക്രൂഡ് 100 മുകളിൽ നിൽക്കുന്നു. അത് റുപ്പി വീണ്ടും വീക്കായി ഇപ്പോൾ $95 വന്നിരിക്കുന്നു. ഇന്നലെ ഹോർമൂസ് തുറക്കാൻ യാതൊരു നടപടികളും ഇല്ല എന്നറിഞ്ഞതിൽ വീണ്ടും ക്രൂഡിൻ്റെ വില $105 വരുന്നു. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവ് ആവാൻ വേറെ പ്രശ്നങ്ങളൊന്നും വേണ്ട, ഇത് തന്നെ മതി, ധാരാളം. സോ ബാങ്കുകളും NBFCകളും ഇന്ന് അതുകൊണ്ട് നല്ല രീതിയിൽ തകർന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലൊക്കെ തന്നെ ഇടിവ് വന്നിട്ടുണ്ട്. കാരണം വീണ്ടും പണപ്പെരുപ്പം കൂടാനുള്ള സാധ്യതകൾ, റേറ്റ് സെൻസിറ്റീവ് ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയതിനുള്ള കാരണം അതാണ്. കാരണം ഓട്ടോ, റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ NBFC സെക്ടറുകളിലൊക്കെ തന്നെ ഇന്ന് നല്ല ഇടിവ് രേഖപ്പെടുത്താൻ കാരണം ഒന്നും അതുകൂടിയാണ്. അതിന് ഞാനൊരു വേറൊരു ഇതുകൂടി ചെയ്യാം. ഇപ്പോൾ ഏറ്റവും വന്നിരിക്കുന്ന പ്രശ്നം ഇറാനിലിപ്പോൾ ടെഹ്റാനിൽ എയർ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റ് ആയിരിക്കുന്നു എന്നുള്ള വാർത്ത. അതായത് ഇസ്രായേൽ വീണ്ടും അമേരിക്കയുടെ എതിർപ്പുകൾ അവഗണിച്ച് വീണ്ടും അക്രമത്തിൽ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് ഈ അടുത്ത മണിക്കൂറുകളിൽ വന്നിരിക്കുന്നത്. സോ ഇത് വീണ്ടും ഒരു നെഗറ്റീവ് ട്രാപ്പാണ്. മാർക്കറ്റിനെ വീണ്ടും നാളെ ചിലപ്പോൾ നെഗറ്റീവ് വോളറ്റിലിറ്റി കൊണ്ടുവന്നേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കഴിഞ്ഞ ഓഡിയോ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ക്രൂഡ് ഉയർന്നു നിൽക്കുന്നു. ഇറാന് മുന്നിൽ ഇനിയിപ്പോൾ 10-15 ദിവസത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനുശേഷം റിസർവ് തീരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നാളെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 24,850 മുതൽ 24,000 വരെയുള്ള 150 പോയിന്റ് റേഞ്ചാണ്. അതേസമയം അപ്സൈഡിൽ നമുക്ക് 24,350 to 24,450 നടന്ന 100 പോയിന്റ് ക്യാപ്പാണ് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. പക്ഷേ ഇതൊരു വോളറ്റൈൽ സെഷൻ ആയിരിക്കും. നാളെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയാണ്, വീക്കെൻഡാണ്. ട്രംപ് ഫോക്സ് ന്യൂസിന് കൊടുത്തൊരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് വെള്ളിയാഴ്ച ഒരു ചർച്ചകൾ ആരംഭിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ലെബനൻ്റെയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെയും ചർച്ചയ്ക്ക് വരുന്നവരെ വൈറ്റ് ഹൗസിലേക്ക് ട്രംപ് ക്ഷണിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് വരികയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും മാർക്കറ്റിൻ്റെ ഒരു ഡൗൺ സൈഡിന് ക്യാപ്പാവും. പക്ഷേ എന്നും വരുന്നില്ല എങ്കിൽ വീക്കെൻഡ് എപ്പോഴും ഒരു ഭയാനകം തന്നെയാണ് നമ്മൾ സംബന്ധിച്ചിട്ട്.